ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂടെ സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ ടോമുളർ റസ്ലി വെൽക്കം ടു ടെക്കി.WH. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു നമ്മൾ പുതിയതായിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗെയിമിംഗ് ആണ് മൊത്തം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഫിഫ കളിക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ച കൊണ്ടാണ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഒരാഴ്ച ആയിട്ടുള്ളൂ. നമ്മൾ ഓവറോൾ 81 ആക്കിയിട്ടുണ്ട്. നമുക്ക് 103 ഏറ്റവും ഹയസ്റ്റ് പ്ലെയർ, 103 സെൻട്രൽ മിഡ്ഫീൽഡർ, പിന്നെ വ്ലാഹോവിച്ച്, ഫോഡന്, ബെല്ലിംഗാം, അതുപോലുള്ള നെസ്റ്റ, റിവാൾഡോ, അതുപോലുള്ള നല്ല നല്ല പ്ലെയേഴ്സ് ഉണ്ട്. ഗോൾ കീപ്പർ അത്യാവശ്യം നല്ല നല്ല ഗോൾ കീപ്പറാണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചലഞ്ച് മോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചലഞ്ച് മോഡ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാതിട്ടേക്കുമായിരുന്നു. കണ്ടോ ഗൈസ്, ഇതാണ് ഇവന് വേണ്ടിയാണ് ഗൈസ് ഈ ഒരു പ്ലെയർ. 104 സെൻറ്റർ ബാക്കിന് വേണ്ടി നമ്മൾ ഫൈനൽ വരെ എത്തി. കണ്ടോ, സെമി ഫൈനലും കാര്യങ്ങളും എല്ലാം നമ്മൾ ജയിച്ച് ഫൈനൽ കഴിഞ്ഞുള്ള 2 ഫൈനൽ നമ്മൾ തോറ്റുപോയി. അപ്പം ഇന്ന് നമ്മൾ ഫൈനലാണ്. അപ്പോൾ ഞാൻ 500 കോഴിയും കൊടുത്തിട്ട് വീണ്ടും ഒരു റിട്ടറി കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കൊന്നുകൂടെ കളിച്ച് നോക്കാം. അപ്പോൾ ഈ മാച്ച് ഞാൻ ജയിക്കുമെന്ന് വിശ്വസിക്കുന്നു ഗൈസ്. ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ 104 സെൻറ്റർ ബാക്കിന് കിട്ടത്തുള്ളൂ. കിഡിലെ സെൻറ്റർ ബാക്കാണ്, നല്ല ഡിഫൻസാണ് അവൻ. അപ്പോൾ അവനെ എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 2 കളി നമ്മൾ ഷൂട്ടൗട്ട് വരെത്തി. നമ്മുടെ ഓവറോളെ വെറും 81 നമുക്ക്. കണ്ടോ ഗൈസ്, 85 ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. ഇതുപോലുള്ള ടീംമേറ്റ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ വലിയ സീനില്ലാതെ ഞാൻ കളിച്ച് പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, കളി തുടങ്ങി, ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. അപ്പം വലിയ സീനില്ലാത്ത പ്ലെയർ. ഇനി അമ്മമാരെ കളി ഗൈസ് നോക്കിക്കോണം. അടിപൊളിയായിട്ട് കളിക്കും അമ്മമാർ. നമ്മൾ ഈ ഇതിലൊന്നും ഈ ഓവറോളിൽ കാര്യമില്ല, നല്ല ഓവറോൾ ടീമിന് കളിക്കാൻ പറ്റുന്നതാണ്. അപ്പം കണ്ടോ, ഇതുപോലുള്ള എററും കാര്യങ്ങളൊക്കെ ഉണ്ട് ടീമിന്. ഒരു ഗോൾ അടിച്ച് ലീഡാണ്. അപ്പോൾ അതുകൊണ്ട് സീനില്ല, കളിക്കാൻ പറ്റും. ആ അടി കറക്റ്റ് നേരെ അങ്ങ് അടിച്ചു കൊടുത്തു ഗൈസ്. നല്ല പ്ലെയറാണ് അങ്ങേര്. ഇവനാണ് നമ്മുടെ 103 പ്ലെയർ. നല്ല സ്പീഡിൽ ഓടി കളിക്കുന്നവനാണ്, നല്ല സ്റ്റാമിനുള്ള പ്ലെയറാണ്. അപ്പോൾ അവനെ കളയാതെ നമ്മൾ നോക്കി. നല്ല പ്ലെയറാണ്. എനിക്ക് പിന്നെ റൊണാൾഡീനോ എൻ്റെ റിസർവേഴ്സ് ഒന്ന് കിടപ്പുണ്ടായിരുന്നു, 96 റൊണാൾഡീനോ. എനിക്ക് കിട്ടിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ ഫോണിനകത്ത് ലാഗ് വരുന്നു ഗൈസ്. അപ്പോൾ അതുപോലെയുള്ള സീനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയായിരുന്നു. 2 ഫൈനലും തോറ്റ് ഗൈസ്. അത് 2 തോറ്റത് 3-3 3-3 നിന്നപ്പോഴാണ് കളി പോയത്. ഫോഡൻ അത്യാവശ്യം നല്ല കളിയാണ്. വ്ലാഹോവിച്ച് അത്യാവശ്യം നല്ല കളിയാണ്. അവൻ നല്ല സ്റ്റാമിനയുള്ള പ്ലെയറാണ്, നമുക്കതറിയാം. ബെല്ലിംഗാം അത്യാവശ്യം കുഴപ്പമില്ല. ബെല്ലിംഗാമിന് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ലിംഗാം ചില ദിവസങ്ങളിൽ വേറൊരു കളി കളിക്കും. വലിയ സീനില്ല കളിക്കുന്നത് വ്ലാഹോവിച്ചും അതുപോലെ തന്നെ ഫോഡൻ വിഷയം കളി എന്ന് വെച്ചാൽ വിഷയം കളി. ലോങ് റേഞ്ചറിന് നോക്കി പറ്റിയില്ല. കോർണർ ഏതാദ്യം പറയല്ലോ, എനിക്ക് കോർണർ എടുക്കാൻ അറിഞ്ഞൂടാ ഗൈസ്. അത്യന്തമായിട്ട് ഞാൻ പറയാം, കോർണർ എടുക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. നൈസ് കളി, നൈസ്. വീണ്ടും ഗോൾ അടിച്ചു ഫോഡൻ. ഞാൻ പറഞ്ഞില്ലേ, ഫോഡൻ നല്ല ഫിനിഷിംഗ് ഉള്ള പ്ലെയറാണ്. 92 മാത്രമാണ് ഫോഡൻ്റെ ST. പക്ഷേ ഫോഡൻ അത്യാവശ്യം നല്ല ഇതാണ്, നേരാണ് നമ്മുടെ കൂടുതൽ. പക്ഷെ നമ്മൾ വിചാരിച്ച പോലുള്ള കളിയൊന്നും ഇല്ല ഗൈസ്. വലിയ 103 കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ബൂസ്റ്ററായിട്ടുള്ള പ്ലെയർ എന്നാണ് ഞാൻ വിചാരിച്ച് വച്ചിരുന്നത്. പക്ഷെ വലിയ കളിയൊന്നുമില്ല. ഫോണെ കൊണ്ട് നമ്മൾ ഹാട്രിക് അടിപ്പിക്കും ഗൈസ്. എൻ്റെ മച്ചാനെ കിടില സേവ് ഗൈസ്. അതിൽ അപ്പോൾ എല്ലാവരും സബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇടുന്നതാണ്. അതുവരേക്കും നിങ്ങളെല്ലാവരും സബ് ചെയ്യണം. അത് മാത്രമാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നിങ്ങൾക്കതൊരു ചെറിയൊരു കാര്യമായിരിക്കും. സബ് ചെയ്താൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നഷ്ടം വരാൻ പോകുന്നില്ല. പക്ഷേ ഞങ്ങൾക്കതൊരു വലിയ അനുകാര്യമായിരിക്കും ഗൈസ്. അപ്പോൾ എന്തുമായാലും നിങ്ങളെല്ലാവരും സബും കാര്യങ്ങളൊക്കെ ചെയ്യുക.
പേടിക്കേണ്ട, അത്യാവശ്യം നല്ല നല്ല കളിക്കുന്നുണ്ട്. ഫൈനലി ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കളിയാണ് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സെക്കൻഡ് ഹാഫുമാരെ എല്ലാവരെയും മാറ്റണം ഗൈസ്. ഉണ്ടോ അവന്മാരെല്ലാവരും സ്റ്റാമിന കുറഞ്ഞു വരുക. റിവാൾഡോ നല്ല ഫിനിഷിംഗ് ആണ്. റിവാൾഡോയുടെ കളി നമുക്കറിയാം, എവിടുന്ന് അടിച്ചാലും ഗോൾ കയറുന്നൊരു പ്ലെയറാണ്. റിവാൾഡോ ഒരു ഗോളും അടിച്ച് എനിക്ക് സേഫ് ആക്കണം കളി എന്നെങ്കിൽ. ഓട് പന്തെടുത്ത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല റിവാൾഡോ. ഓ അതൊരു വലിയ മിസ്സായിപ്പോയി ഗൈസ്. കാരണം 2 ഡിഫൻഡേഴ്സാണ് അതിൻ്റെ ഇടയ്ക്കൂടെ അത് പെനാൽറ്റി. ഗൈസ് അത് ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയില്ല. ഗൈസ് ആൻറ്റിസിപ്പേഷൻ കറക്റ്റ് ആയിരുന്നു ഗൈസ്. ആളുടെ ഇന്നത്തെ ഫോമൗട്ടാണ്. ഫോൺ ഫ്രീ ആയിട്ട് ഇരിക്കുന്നു. ഫോണിന് 15. എന്തുവായാലും ഈ കളി എനിക്ക് ജയിച്ചേ പറ്റൂ. കാരണം എന്നെങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു സ്വപ്നത്തിലോട്ട് കടക്കും. ഗൈസ് കയറി വരുന്നു എന്താ ഗൈസ്. നൈസ് ഡിഫെൻഡിങ്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അതങ്ങോട്ട് കയറിയില്ല. ഫോഡനെ പോലുള്ള സ്റ്റാമിനയുള്ള പ്ലേയേഴ്സിനെ കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ 104ൻ്റെ സെൻറ്റർ ബാക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം. കാരണം 3-1 ലീഡുണ്ട്. ഇനിയന്മാർ ലീഡ് കൂട്ടുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഫോഡൻ നൈസ് കളി ഗൈസ്. ഫോഡൻ നല്ല ഇൻ്റലിജൻസ് ഉള്ള ഒരു പ്ലെയറാണ്, നമുക്കറിയാം അത്. ഇമാര് ഈ പന്ത് അപ്പുറത്തും ഫോഡനുണ്ടല്ലേ. അവിടെ പകുതി ചെയ്ത് ഓക്കെ തരാം. അപ്പോൾ 104 സെൻറ്റർ ബാക്ക് നമുക്ക്. ഓക്കെ ഗൈസ്, യെസ് ഫൈനലി ജയിച്ചിട്ടുണ്ട് ഗൈസ്. 1-3 ഗോളുകൾക്കാണ് ഫൈനലി ജയിച്ചേക്കുന്നത്. അപ്പം 104ൻ്റെ നല്ലൊരു പ്ലെയറിനെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. കിഡിലോസ്കി ഒരു പ്ലെയറിനെയാണ് എൻ്റെ പ്രതീക്ഷ തെറ്റിക്കാതെ കളിച്ച അവന്മാരില്ല. ഓക്കെ നെറ്റിലാകടിക്കുന്നു. പ്രൊമോട്ടഡ് ടു ഫൈനൽസോ കിട്ടിയില്ല ഗൈസ്. ഇനി ഫൈനൽ കളിക്കാനുണ്ട് ഗൈസ്. വെറുതെ ആയിപ്പോയത്. ഫൈനൽ കളിക്കാനുണ്ട്.